Welcome to Face This Question with Rekha. Renu, I am so happy. Renu, A, Managing Director, Godspeed. അവിടെ വെച്ച് ഞാൻ തുടങ്ങാം. ഇപ്പോൾ ഗോഡ്സ്പീഡിൻ്റെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? ആൻഡ് ഗോഡ്സ്പീഡ് ആക്ച്വലി കുട്ടികളെ സ്റ്റഡി അബ്രോഡ് എന്നുള്ള കോൺസെപ്റ്റിൽ കുട്ടികൾക്ക് ഇമിഗ്രേഷനും കുട്ടികളെ ഉന്നത വിദ്യാഭ്യാസത്തിനും സഹായിക്കുന്ന പ്രതിനിധിയാണ് താങ്കൾ കേരളത്തിന്. അപ്പോൾ എന്താണ് ഇപ്പോഴത്തെ ആക്ടിവിറ്റീസ്? Godspeed present situation, Australian migration, Canada migration, permanent residency visas, study abroad, all countries, UK, എല്ലാം യൂറോപ്പ് എല്ലാം ചെയ്യുന്ന മൾട്ടിപ്പിൾ വിസ കാറ്റഗറി 45+ വെറൈറ്റി വിസ കാറ്റഗറി ചെയ്യുന്ന ഒരു ഓർഗനൈസേഷൻ ആണ് ഗോഡ്സ്പീഡ് ഇമിഗ്രേഷൻ. എന്നാ തുടങ്ങി 2018 അല്ല 2015? അതെ 2015 ഗോഡ്സ്പീഡ് സ്റ്റാർട്ടഡ്, കൊച്ചിയിൽ സ്റ്റാർട്ട് ചെയ്തത്. ഇത്രയും ഒരുപാട് യങ്സ്റ്റേഴ്സിനെ ഹാൻഡിൽ ചെയ്യുന്ന ജോലി ആയതുകൊണ്ട് യുനോ അതും പല പ്രായത്തിൽ, അതെങ്കിൽ കുട്ടികളുടെ അച്ഛനമ്മമാരൊരു ഭാഗത്ത്, കുട്ടികളൊരു ഭാഗത്ത്, അവനവൻ്റെ ബിസിനസ് ഒരു ഭാഗത്ത്, ഇതൊക്കെ എങ്ങനെയാണ് കൊണ്ടു നടക്കണേ? ആക്ച്വലി നമ്മളെ സംബന്ധിച്ചിടത്തോളം ഗോഡ്സ്പീഡ് ഓർഗനൈസേഷൻ 90% എബവ് വിമൺ എംപ്ലോയീസ് ആണുള്ളത്. വെരി നൈസ്. 90% എബവ്. ആൻഡ് നമ്മൾ ക്ലയൻസിനെ ഹാൻഡിൽ ചെയ്യുമ്പോഴും വിമൻ എംപ്ലോയീസിനെ ഹാൻഡിൽ ചെയ്യുമ്പോഴും സിസ്റ്റമാറ്റിക് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അതിന് ഡിഫറെൻറ്റ് കോൺസെപ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. എംപ്ലോയീസിന് വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന കോൺസെപ്റ്റാണ് പൊസിഷൻ, മണി, പവർ ആൻഡ് HRCM. ഓക്കെ. നിങ്ങളൊരു പൊസിഷനിലോട്ട് എത്തുക, മണി ദെൻ പവർ. സോ അതുപോലെ ഹെൽത്ത്, റിലേഷൻഷിപ്പ്, കരിയർ, മണി, HRCM. അതുപോലെ തന്നെ ക്ലയൻസിന് വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന കോൺസെപ്റ്റാണ് 5310 പ്രോസസ്. ദാറ്റ് മീൻസ് 5 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ, 3 കേസ് ഓഫീസേഴ്സ് പെർ കേസ്, 1 പോയിന്റ് ഓഫ് കോണ്ടാക്ട്, 0 worries for you. ഓ വെരി നൈസ്. ഓക്കെ. യെസ്. ഇതൊക്കെ താങ്കളാണോ ഇതിൻ്റെ ഈ എന്താ പറയുക ടേംസിന്റെ ഉപജ്ഞാതാവ്? പൊസിഷൻ, മണി, പവർ, HRCM എല്ലാം പ്യുവർ എൻ്റെ കോൺസെപ്റ്റ് ആണ്. 5310 ടീം ഒരുമിച്ച് ബിൽഡ് ചെയ്ത കാര്യമാണ്. ഞാൻ താങ്കളുടെ ഒരു അടുത്ത കാലത്തൊരു കോട്ട് കണ്ടു, ഏകദേശം 4000 ഏജൻസീസ് ഉണ്ടെന്ന് അല്ലേ? ഈ 4000 ഏജൻസീസിൽ ഗോഡ്സ്പീഡ് സ്പീഡിൽ മുന്നോട്ട് പോകാൻ താങ്കൾ ചെയ്യുന്നത് വെച്ചെങ്കിൽ ഇറ്റ്സ് എ വെരി ടഫ് ജോബ് എന്ന് എനിക്കറിയാം. ബീങ് എൻ ഓൺട്രപ്രണർ ഒരു വലിയ ജോലി, പിന്നെ മദർ, പിന്നെ ഹോം മേക്കർ, എവറിഥിങ് ടുഗെദർ. പിന്നെ ഇങ്ങനത്തെ ഉള്ള വളരെ വോളറ്റൈൽ ആയിട്ടുള്ള ഒരു വെച്ചിട്ടുണ്ടെങ്കിൽ എന്നും റൂളുകൾ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു എന്താ പറയുക ഒരു ബിസിനസ് ആണത്, ഇൻഡസ്ട്രിയാണ്. അപ്പോൾ അതെങ്ങനെയാണ് കൊണ്ടു നടക്കണേ? ഐ എം സോ ഇംപ്രസ്ഡ്. ഐ മീൻ ഭയങ്കര 4000 പേരുണ്ടെന്ന് പറഞ്ഞാൽ എൻ്റെ ദൈവമേ വിചാരിച്ചു. ഞാൻ പേഴ്സണലി പ്രാക്ടീസ് ചെയ്യുന്നത് മെൻ്റൽ പ്രാക്ടീസസ് ചെയ്യാറുണ്ട്. അതിൽ ഞാൻ ഒരു ഹോപ്നോപ്നോ ട്രെയിനറാണ് ആൻഡ് NLP പ്രാക്ടീസ് ചെയ്യുന്ന വ്യക്തിയാണ്. ഗ്രാറ്റിറ്റ്യൂഡ് ട്രെയിനിങ് ഡെയിലി ബേസിസ് ചെയ്യുന്നുണ്ട്, സെൽഫ് ടോക്ക് ട്രെയിനിങ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ ബുക്സ് വായിക്കും. മോസ്റ്റ് റീസെൻ്റ് ആയിട്ട് മനസ്സ്, അതാണ് ഞാൻ വായിച്ചത്. അപ്പം അങ്ങനെയാണ് ഞാൻ എന്നെ എത്തിക്കുന്നത്. എനിക്ക് മെൻഡോർ ഉണ്ട്, അതിന് വേണ്ടിയിട്ട് വർഗീസർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. മെഡിറ്റേഷൻ എന്നെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നുണ്ട്. ഞാൻ പ്രാക്ടീസ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ ഓഫീസിലും വർക്കൗട്ട് ചെയ്യാറുണ്ട്. എന്ന് വെച്ചാൽ ഈ വിമൺ ആയതുകൊണ്ട് തന്നെ അവരെപ്പോഴും ആങ്സൈറ്റഡ് ആണ്. അവർക്ക് കുട്ടികൾ ആങ്സൈറ്റി ഉണ്ട്, അവർക്കുണ്ട് കുട്ടികൾ, കുടുംബം, അവിടുന്ന് പിന്നെ രാവിലെ ബസ് കയറി ഓഫീസിൽ വന്ന് കഷ്ടപ്പെട്ട് പിന്നെ ഇവിടെ വരുമ്പോൾ പീരീഡ്സിന്റെ ടെൻഷൻസ്, അത് ഇത്, ഒന്നുമില്ലെങ്കിൽ PMS അല്ലെങ്കിൽ മറ്റേ PMS, പിന്നെ PCOD, അത് ഇത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കുറേ കാര്യങ്ങൾ അവരുടെ ലൈഫിലുണ്ട്. അപ്പം ഞാൻ ഈ മെൻ്റൽ പ്രാക്ടീസസ് ചെയ്തിട്ട് ഓഫീസിൽ ഞങ്ങൾക്ക് ഹാബിറ്റ് ഗ്രൂപ്പ്സ് ഉണ്ട്, ഞങ്ങൾക്ക് ഗ്രാറ്റിറ്റ്യൂഡ് ഗ്രൂപ്പ്സ് ഉണ്ട്, ഞങ്ങൾക്ക് സെൽഫ് ടോക്ക് ഗ്രൂപ്പ്സ് ഉണ്ട്. ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് ചേർന്നാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഇത്രയും കോമ്പറ്റീഷനുള്ള ഈ ഇൻഡസ്ട്രിയിൽ ഈ കുട്ടികളെ അട്രാക്ട് ചെയ്യാനായിട്ട്, ഐ മീൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞെങ്കിൽ ഇപ്പോഴത്തെ ട്രെൻഡ് എങ്ങനെയാണ് കാണുന്നത്? എനിക്ക് മനസ്സിലായിടത്തോളം സർവീസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കാര്യങ്ങൾ സഹായിക്കുക എന്നുള്ളത്. പിന്നെ എത്തിക്കൽ സെയിൽ, നമ്മൾ എത്തിക്കലി കാര്യങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ ഡെഫിനറ്റ്ലി അവർ വരും നമ്മുടെ അടുത്തോട്ട്. ഇപ്പോൾ ഇവിടെ എന്താണ്, ഇഷ്ടംപോലെ ഏജൻസികളുണ്ട്, അവർക്ക് അത്യാവശ്യം ഇൻഫർമേഷൻസും ഉണ്ട്. ബിക്കോസ് ഗൂഗിളിൽ നിന്നാണെങ്കിലൊക്കെ നമുക്ക് ഇഷ്ടംപോലെ ഇൻഫർമേഷൻ എവിടെ വേണമെങ്കിലും. അവർ ഫേസ് ചെയ്യുന്ന ഇഷ്യൂ ആരെ സെലക്ട് ചെയ്യും? കറക്റ്റ്. അതാണ് പാരൻറ്റും അല്ലെങ്കിൽ കുട്ടികളും അല്ലെങ്കിൽ ക്ലയൻസും ഫേസ് ചെയ്യുന്ന ഇഷ്യൂ. അവിടെയാണ് ഗോഡ്സ്പീഡ് ഈ 5310 പ്രോസസ് ഇംപ്ലിമെൻറ്റ് ചെയ്ത് വളരെ സേഫായിട്ട്, ലൈക്ക്
ഏറ്റവും പ്രോപ്പറായിട്ട് അവരുടെ ആപ്ലിക്കേഷൻ പ്രോസസ്സ് ചെയ്ത് നമുക്കൊരു ക്വാളിറ്റി അഷുറൻസ് ഡിപ്പാർട്ട്മെന്റ് തന്നെയുണ്ട്. ആ ക്വാളിറ്റി അഷുറൻസ് ഡിപ്പാർട്ട്മെന്റ് ആണ് കേസസ് ഹാൻഡിൽ ചെയ്യുന്നത്. ഏതെങ്കിലും ഒരു ക്ലയന്റിന്റെ കംപ്ലയിന്റ് വന്നാൽ ഇമ്മീഡിയറ്റ്ലി അത് ഞാൻ അറിയും. പിന്നെ ഞങ്ങളൊരു വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത് ഞാൻ പേഴ്സണലി ഇൻവോൾവ് ആയി അതിനെ ഹാൻഡിൽ ചെയ്യും. ആ ലെവൽ സർവീസ് കൊടുക്കാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ട്. ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഐ കം ടു യുവർ ചൈൽഡ്ഹുഡ് ആൻഡ് ഹൗ ഡിഡ് യു സ്റ്റാർട്ട് ഗോഡ് സ്പീഡ്. പക്ഷേ അതിന് മുമ്പ് ഇപ്പം നോക്കുമ്പോൾ എന്താ വെച്ചാൽ ഓരോ ദിവസവും ഞാൻ കാണുന്ന ന്യൂസ് എന്താ വെച്ചാൽ ഇന്ന കൺട്രിയിൽ കുട്ടികൾക്ക് പഠിക്കാനുള്ള റൂൾസ് കുറച്ച് സ്ട്രിഞ്ചൻ്റ് ആയി, അതല്ലെങ്കിൽ അവിടെ ടഫാണ് ഇവിടെ ടഫാണ്. അപ്പോൾ ഇങ്ങനെയുള്ളതിൽ കുറേ കുട്ടികളുടെ സ്വപ്നങ്ങൾ ഇതിൽ ഇങ്ങനെ താങ്കൾക്കും പോകാൻ പറ്റാത്ത മാതിരി ഒരു സ്വപ്നം ഇപ്പോഴും അങ്ങനത്തെ സിറ്റുവേഷൻ ഉണ്ടോ? ഉണ്ടെന്ന് പറയാം, ഇല്ലെന്ന് പറയാം. ഇപ്പൊ ഓപ്ഷൻസ് ഒത്തിരി ഉണ്ട്, പല രാജ്യങ്ങളുണ്ട്. ലൈക്ക് ഇപ്പം എനിക്ക് IELTS കിട്ടിയില്ല, അടുത്ത ഓപ്ഷൻ സെലക്ട് ചെയ്യാം. എൻ്റെ കയ്യിൽ ഇത്ര എമൗണ്ട് ഇല്ല, അപ്പൊ എനിക്ക് നെക്സ്റ്റ് ഒരു കൺട്രി കുറഞ്ഞ ചെലവിൽ പോകാം. അങ്ങനെ ഓപ്ഷൻസ് ഒത്തിരി ഉണ്ട്. അതുകൊണ്ട് തന്നെ കുട്ടികൾ പോകുന്നുണ്ട്, അവരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഇങ്ങനത്തെ റൂളുകൾ ചേഞ്ച് ആവുന്നത് ഇന്ത്യക്ക് അങ്ങനത്തെ ഒരു പ്രശ്നമാവുന്നില്ല അല്ലെ? പല രാജ്യങ്ങളിലുണ്ട്. നമ്മൾ നമ്പർ ഓഫ് കൺട്രീസ് ഉള്ളത് കൊണ്ട് നമുക്കത്. ഞാൻ എപ്പോഴും ആലോചിക്കും, നമ്മൾ ഏതെങ്കിലും നാട്ടിലൊരു കലാമിറ്റി വരുമ്പോൾ അവിടെ ഇന്ത്യൻ സ്റ്റുഡൻസ് ഉണ്ട്, ദൈവമേ ഇവരൊക്കെ അവിടെ പോയി പഠിക്കുന്നു. ഫോർ എക്സാമ്പിൾ യുക്രൈൻ, ഞാൻ അറിഞ്ഞില്ല ഇത്രയധികം മെഡിക്കൽ കോളേജിൽ കുട്ടികളോട് പഠിക്കുന്നുള്ളത്. മെഡിക്കൽസ്. അപ്പോൾ രേണുവിന്റെ ബാല്യകാലം എങ്ങനെയായിരുന്നു? എൻ്റെ ബാല്യകാലം കുറച്ച് ടഫായിരുന്നു. 6 months പ്രായമുള്ളപ്പോൾ തന്നെ അച്ഛൻ മരിച്ചുപോയി. അതിനുശേഷം ഞാൻ എൻ്റെ ഗ്രാൻഡ് മദറിൻ്റെ ഒപ്പമായിരുന്നു. ഞാനും ഗ്രാൻഡ് മദറും ഉള്ള ഒരു ലോകം. അപ്പം ഞാൻ വളർന്നത് ചേത്തക്കൽ എന്ന് പറഞ്ഞ ചെറിയൊരു ഗ്രാമം, പത്തനംതിട്ട ഡിസ്ട്രിക്ട് റാന്നി, അവിടെയാണ് വളർന്നത്. അപ്പം അമ്മയുമായിട്ടുള്ളൊരു ലൈഫ് എന്ന് പറഞ്ഞാൽ രാവിലെ ഒരു 3:30 മോർണിംഗ് എഴുന്നേക്കുന്നു, കുളിക്കുന്നു, 4 o'clock അമ്പലത്തിൽ പോകുന്നു. എല്ലാ ദിവസവും നിർമാല്യ ദർശനം. ചേത്തക്കൽ എന്ന് പറഞ്ഞൊരു അമ്പലമുണ്ട്, എല്ലാ ദിവസവും നിർമാല്യ ദർശനം 10 വയസ്സ് വരെ ചെയ്തു. ഇന്നും അതാണ് ഗോഡ് സ്പീഡ് എന്ന് പേരിടാൻ കാരണം. അങ്ങനെ വരട്ടെ. അപ്പൊ അങ്ങനെ ഒരു ലൈഫ്. പിന്നെ അമ്മ പ്യൂർ വെജിറ്റേറിയൻ ആയിരുന്നു. അപ്പൊ അമ്മ എപ്പോഴും വെജ് ഫുഡ് തന്നെ അത് പ്രിഫർ ചെയ്തു. പിന്നെ എഡ്യൂക്കേഷന് വളരെയധികം ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്ന ഒരാളായിരുന്നു എൻ്റെ ഗ്രാൻഡ് മദർ. അദ്ദേഹം അന്നത്തെ 8ാം ക്ലാസ് ഒക്കെ പാസ്സായ വ്യക്തിയായിരുന്നു. അപ്പം അദ്ദേഹത്തിന് ഞാൻ നന്നായിട്ട് പഠിക്കണം, എന്നും സബ് കോൺഷ്യസ് മൈൻഡിൽ ഒരു കാര്യം അമ്മൂമ്മ പറഞ്ഞു ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. സ്വന്തം കാലിൽ നിൽക്കുക, എന്ത് ജോബും ചെയ്തോളൂ പ്രൗഡോടുകൂടി, കള്ളത്തരം കാണിക്കാതിരിക്കുക, നമുക്ക് എന്തും ചെയ്തോളൂ, എനിത്തിങ്, പക്ഷെ പ്രൗഡ്. ആ പൈസ വാങ്ങിക്കുമ്പോൾ, ആ സാലറി വാങ്ങിക്കുമ്പോൾ പ്രൗഡ് മൊമെന്റ് ആയിരിക്കണം. അങ്ങനെ അവിടുന്ന് പിന്നെ നേരെ നോർത്ത് ഇന്ത്യയിലേക്ക് മാറി എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ബിലോ ആവറേജ് ഫിനാൻഷ്യൽ സിറ്റുവേഷൻ ആയിരുന്നു ഉള്ളത്. അങ്ങനെ പഠിക്കുന്ന സമയത്തും കുറേ ക്രൈസിസ് വന്നു. ലൈക്ക് ഒരു വർഷം എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം 2 യൂണിഫോം. അതുപോലെ തന്നെ പഠിച്ച ആൾക്കാർ തരുന്ന ടെക്സ്റ്റ് ബുക്ക്, ഒരു കല എന്ന് പറഞ്ഞൊരു ചേച്ചി ഉണ്ടായിരുന്നു, പുള്ളിക്കാരത്തിയുടെ ബുക്സ് വെച്ചിട്ടാണ് ഞാൻ എൻ്റെ മൊത്തം +2 വരെ സ്കൂളിംഗ് മൊത്തം കംപ്ലീറ്റ് ചെയ്തത്. എനിക്ക് തോന്നുന്നു സ്കൂളിലും യൂണിഫോം, വീട്ടിലും യൂണിഫോം, നൈറ്റ് ഡ്രസ്സും യൂണിഫോം, അങ്ങനത്തെ ഒരു ജീവിതമായിരുന്നു. അപ്പം പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ചും കൂടി ഒരു ഫിനാൻഷ്യൽ സിറ്റുവേഷൻ ഒന്ന് ഡൗൺ ആയി തുടങ്ങി. പിന്നെ റെൻറ്റഡ് ഹൗസിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള മാറ്റം, അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്കൂളിംഗ് ഒക്കെ മാറി. അപ്പോഴും എഡ്യൂക്കേഷൻ മസ്റ്റായിരുന്നു. എനിക്ക് തോന്നുന്നു ഞാൻ ഒരു ദിവസം പോലും സ്കൂളിൽ പോകാതിരുന്നിട്ടില്ല. അത് മഴയായിക്കോട്ടെ എന്തും ആയിക്കോട്ടെ, അവിടെ നിന്നാണ് ഡിസിപ്ലിൻ എന്താണെന്ന് പഠിച്ചത്. ഡിസിപ്ലിൻ എനിക്ക് തോന്നുന്നു നമ്മുടെ ഗോഡ് സ്പീഡിലാണെങ്കിലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടും ഞാൻ ഏറ്റവും സ്ട്രിക്റ്റ് ആയിട്ട് പറയുന്ന കാര്യം ഡിസിപ്ലിനാണ്. അതെ, അതുണ്ടെങ്കിൽ ബാക്കി എല്ലാം വന്നോളൂ. എന്താണ് പിന്നെ പഠിച്ചത് 10ാം ക്ലാസ് കഴിഞ്ഞിട്ട്? 10th ശേഷം +2 അതിൽ സയൻസ് എടുത്തു. കാരണം ഞങ്ങളുടെ ചേത്തക്കൽ പത്തനംതിട്ടയുള്ള എല്ലാവരും നേഴ്സ് ആകാൻ ആഗ്രഹിക്കുന്നവരാണ്. അപ്പൊ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം നേഴ്സ് ആകണം എന്നായിരുന്നു. അതുപോലെ ഞങ്ങളുടെ നാട്ടിൽ നിന്നും നേഴ്സായി വളരെയധികം ലൈഫിൽ ബെറ്റർമെന്റ് ആയിട്ടുള്ള ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു. US പോയി സെറ്റിൽഡ് ആയി ഗ്രീൻ കാർഡ് എടുത്തു. അപ്പോൾ എൻ്റെ ഗ്രാൻഡ് മദർ അവരെ പറയും, അവളെ കണ്ടോ ഷിമ, അവൾക്ക് ഗ്രീൻ കാർഡ് കിട്ടി, അപ്പം നീയും എടുക്കണം, നിനക്കും മുന്നോട്ട് വരാം, നീയും അബ്രോഡ് പോകണം, US പോകണം, അപ്പം നേഴ്സ് ആവണം എന്നുള്ളതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. അങ്ങനെ ഞാൻ സയൻസ് ബാച്ച് എടുത്തു, നഴ്സിംഗ് പഠിക്കണം എന്ന് ആഗ്രഹിച്ച് അങ്ങനെ +2 കംപ്ലീറ്റ് ചെയ്തു. പക്ഷേ എനിക്ക് നഴ്സിംഗിന് അഡ്മിഷൻ കിട്ടിയില്ല. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഇരുന്നപ്പോൾ എൻ്റെ ഗ്രാൻഡ് മദർ പറഞ്ഞു, ഈ വർഷം നമുക്ക് കളയാനില്ല എന്ന് വെച്ചാൽ ആ വർഷം പോകും എൻ്റെ, നമുക്ക് നോർത്തിൽ എൻ്റെ ആൻറ്റിയുണ്ട്, എൻ്റെ അപ്പച്ചിയുണ്ട്, അച്ഛൻ്റെ പെങ്ങള്, എന്നാൽ അങ്ങോട്ട് പോകാം എന്ന് പറഞ്ഞിട്ട്. ഭയങ്കര സ്ട്രോങ് വുമൺ. ആൻഡ് പേരെന്തായിരുന്നു അമ്മൂമ്മയുടെ? ലക്ഷ്മിക്കുട്ടി അമ്മ. ഞാൻ വിളിക്കുന്ന രണ്ടമ്മ എന്നായിരുന്നു. നമുക്ക് സമയം കളയാനില്ല എന്ന് പറഞ്ഞിട്ട് എൻ്റെ അമ്മയെ വിളിച്ച് ലൈക്ക് ഞാനും അമ്മയും കൂടി നോർത്തിലോട്ട് യാത്ര ചെയ്യുകയാണ്. ബിലായി എന്നുള്ള സ്ഥലത്താണ് എൻ്റെ അപ്പച്ചി താമസിക്കുന്നത്. ഞാൻ അവിടെ ചെന്നപ്പോഴാണ് അവരറിയുന്നത് ഞാൻ അവിടെ എത്തിയെന്ന്. അങ്ങനെ അവിടെ എത്തിയതിന് ശേഷം നമ്മൾ സിറ്റുവേഷൻസ് പറഞ്ഞ് നമുക്ക് ഈ വർഷം കളയാനില്ല, അപ്പോൾ ഒരു ഡിപ്ലോമ കോഴ്സ് പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്തു. അതിനൊപ്പം തന്നെ ഞാൻ ഗ്രാജുവേഷനും
ചെയ്തു. അങ്ങനെ ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ചെയ്ത് പോസ്റ്റ് ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ചെയ്ത് ബാംഗ്ലൂർ. അങ്ങനെ ബാംഗ്ലൂരിൽ ആദ്യം ജോലി. ഗ്രാജുവേഷൻ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ മൊത്തം പാർട്ട് ടൈം ജോബ് ചെയ്യുന്നുണ്ടായിരുന്നു. മോർണിംഗ് ആയിരുന്നു കോളേജ്, 7 o'clock to 12 o'clock, 2 o'clock to 7:30 ഞാൻ വർക്ക് ചെയ്യുമായിരുന്നു. 4,000 rupees ആയിരുന്നു സാലറി. അതിലാണ് ഞാൻ എൻ്റെ റെന്റും കാര്യങ്ങളും എല്ലാം മാനേജ് ചെയ്തുകൊണ്ടിരുന്നത്. റായ്പൂർ ഷിഫ്റ്റ് ചെയ്തു. ബിലയിൽ നിന്നും റായ്പൂർ ഷിഫ്റ്റ് ചെയ്തു BBA കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. 2008 ബാംഗ്ലൂർക്ക് വരുന്നു. അപ്പം മിക്കവാറും പല കൾച്ചേഴ്സും മനസ്സിലായിട്ടുണ്ട്. ഫ്രം പത്തനംതിട്ട ടു ബിലായ് ടു റായ്പൂർ ആൻഡ് വർക്കേഴ്സ് ബേസിസിൽ ഒരു നോർത്ത് ഇന്ത്യൻ, സൗത്ത് ഇന്ത്യൻ, ഇതിൽ കൂടെ കടന്ന് വർക്കിന് വന്നപ്പോൾ ഒരുപാട് അനുഭവിച്ചറിഞ്ഞ, ഒരുപാട് വിഷമങ്ങൾ അറിഞ്ഞൊരു കുട്ടിയായതുകൊണ്ട് ഈ വലിയ വലിയ സിറ്റികളിൽ വരുമ്പോൾ ഉണ്ടായിരുന്ന ചേഞ്ചസ് എന്തായിരുന്നു? ഞാൻ ആദ്യം ബിലായി ചെന്നപ്പോൾ എനിക്ക് ഹിന്ദി അറിയില്ലായിരുന്നു. അപ്പോൾ ആദ്യം ഞാൻ ഫേസ് ചെയ്ത ഇഷ്യൂ അതായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യം ഹിന്ദി പഠിച്ചു. അതിനുശേഷം അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ റായ്പൂർ എത്തി. അവിടെ പിന്നെ പഞ്ചാബികൾ, ഗുജറാത്തി റൂംമേറ്റ്സ് പഞ്ചാബികൾ കൂടുതലും, പിന്നെ UP എന്നുള്ള ആൾക്കാർ ഒത്തിരി ഉണ്ടായിരുന്നു. പിന്നെ അങ്ങനെ പല പല ആൾക്കാരുമായിട്ട് മിക്സ് ചെയ്യാനും അവരുടെ എല്ലാം നല്ല എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ വലിയ എക്സ്പീരിയൻസ് ആയിരുന്നു. അതുകൊണ്ടാണ് ബാംഗ്ലൂർ എത്തിയത്. ബാംഗ്ലൂർ വേറൊരു ലോകം. സ്മോൾ ടൗണിൽ നിന്ന് വലിയ സിറ്റിക്ക് നമ്മൾ പകച്ചു നിൽക്കും, വലിയ വലിയ ബിൽഡിങ്ങുകളൊക്കെ കാണുമ്പോൾ. അപ്പോൾ അതെങ്ങനെയായിരുന്നു താങ്കൾ അന്ന് ആ രേണുവും ഈ രേണുവും നമ്മൾ വ്യത്യാസം എനിക്ക് അറിയേണ്ടത്? ബാംഗ്ലൂർ എത്തിയപ്പോൾ എനിക്ക് ആദ്യമേ ഇഷ്ടപ്പെട്ട അവിടുത്തെ ക്ലൈമറ്റ് ആയിരുന്നു. നല്ല തണുപ്പ്, നല്ല സുഖം, എപ്പോഴും ഒരേ ക്ലൈമറ്റ്. ഞാൻ PG-യിലായിരുന്നു. പല ടൈപ്പ് ആൾക്കാരുണ്ട്. സോഷ്യലി പോകുന്നവരുണ്ട്, കരിയർ ഫോക്കസ് ചെയ്യുന്നവരുണ്ട്. എനിക്ക് എന്തോ ഞാൻ എപ്പോഴും കരിയർ ഫോക്കസ് ചെയ്യുന്ന ആൾക്കാരുമായിട്ടാണ് കണക്ഷൻ ഉണ്ടായിരുന്നു. സബ് കോൺഷ്യസ് മൈൻഡിൽ ഫീഡ് ചെയ്തിരിക്കുന്നു. എന്ന് വെച്ചാൽ നമ്മൾ 8 വയസ്സ് വരെ എന്താണോ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഫീഡ് ചെയ്യുന്നത് അതാണ് ഇന്നത്തെ നമ്മളെന്നാണ് പറയുന്നത്. അപ്പോൾ 10 വയസ്സ് വരെ എന്നെ ഫീഡ് ചെയ്തത് അതായിരുന്നു, 2 വയസ്സ് കൂടുതൽ. അപ്പം ഇന്നത്തെ ഞാനെന്ന് പറയുന്നത് അന്നത്തെ നമ്മള് മെച്ചൂർഡ് ആയിട്ടുള്ള ചിന്തകൾ തുടങ്ങിയത് മാത്രം, അത്രേ ഉള്ളൂ. അങ്ങനെ അവിടുന്ന് ബാംഗ്ലൂരിൽ നിന്ന് ഗോഡ് സ്പീഡ് തുടങ്ങാനുള്ള ഞാൻ മൈഗ്രേഷൻ ഇൻഡസ്ട്രിയിൽ എൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്തു. അപ്പം എൻ്റെ ക്ലയൻസ് എല്ലാം നഴ്സുമാരായിരുന്നു ആദ്യം. അപ്പം അന്ന് ഫീസ് എന്ന് പറഞ്ഞാൽ അവർക്ക് 2 lakhs ഒക്കെ ആവും. അപ്പോൾ ക്യാഷ് ആയിട്ടാണ് വരുന്നത്. കയ്യിൽ കൊണ്ടുവന്ന് തന്നിട്ട് പറയും, ദേ മോളെ വിശ്വസിച്ചിട്ട് തരുവാണ് കേട്ടോ, എൻ്റെ മോളെ കയറ്റി വിടണം കേട്ടോ, പറ്റിക്കത്തില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ ഒത്തിരി റെസ്പോൺസിബിൾ ആയി തുടങ്ങി. ഓ ദൈവമേ, നേരാണല്ലോ, അവരുടെ കരിയർ എൻ്റെ കയ്യിലാണല്ലോ എന്ന ചിന്ത വന്നു. അപ്പോൾ ഞാൻ കൂടുതൽ ഇതിൽ ഫോക്കസ് ആയി തുടങ്ങി. കൂടുതൽ ഡോക്യുമെൻറ്റേഷനെ പറ്റി പഠിക്കാൻ തുടങ്ങി. അവരെ കയറ്റി വിടണം എന്നുള്ള ആഗ്രഹം ഭയങ്കരമായി. 200 nurses പ്രോസസ്സ് ചെയ്ത് കയറ്റി വിട്ടു കാനഡയ്ക്ക്, പെർമനന്റ് റെസിഡൻസി വിസയിലൂടെ. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് മൾട്ടിപ്പിൾ ലോയേഴ്സിൻ്റെ അണ്ടറിൽ വർക്ക് ചെയ്യാൻ തുടങ്ങി. ICCRC, കനഡിയൻ ലോയേഴ്സ് ആൻഡ് ഓസ്ട്രേലിയൻ ലോയേഴ്സ്, UK ലോയേഴ്സ്. അപ്പോൾ കൂടുതൽ ഡോക്യുമെൻറ്റേഷൻ നോളജ് ഗെയിൻ ചെയ്തു തുടങ്ങി. അതെല്ലാം എൻ്റെ കരിയറിനെ ഹെൽപ്പ് ചെയ്തു. പക്ഷെ അവിടെ എന്താ ഒരു പ്രശ്നം ഫേസ് ചെയ്തതെന്ന് വെച്ചാൽ ഈ എത്തിക്കൽ സെയിൽ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അത് പല കമ്പനികളും ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നില്ല. അവരുടെ പോളിസിയിൽ അതില്ല. പക്ഷെ എനിക്ക് എത്തിക്കൽ സെയിൽ ചെയ്യണം. ഒരാളെ നമ്മൾ ബുദ്ധിമുട്ടിക്കാതെ അവരെ പുതിയൊരു ജീവിതത്തിലേക്ക് എത്തിക്കാന്ന് പറ്റിക്കാതെ അവരെ ആ ക്യാഷ് നമ്മളാണല്ലോ, ഞാനാണല്ലോ സെയിൽ ചെയ്യുന്നത്, ഞാൻ തന്നെയാണല്ലോ ഇവരെ അപ് ടു എൻഡ് ഹാൻഡിൽ ചെയ്യേണ്ടത്. ഇവർക്ക് വിസ ഗ്രാൻഡ് ചെയ്ത് സെയിൽസും ഡോക്യുമെന്റേഷനും എല്ലാം ഹാൻഡിൽ ചെയ്യുന്ന ഞാൻ തന്നെയായിരുന്നു. അവരുടെ പ്രോസസ്സ് എടുത്തു, അത് ഡോക്യുമെന്റേഷൻ ചെയ്ത് അവർക്ക് PR ആക്കി കൊടുക്കണേ, അതിന് എലിജിബിലിറ്റി വേണം. അപ്പം എത്തിക്കൽ സെയിൽസ് ഒരു പ്രശ്നമായപ്പോഴാണ് എന്നാൽ സ്വന്തമായിട്ട് തുടങ്ങണം. അപ്പോൾ പിന്നെ എത്തിക്കൽ സെയിൽ ചെയ്യാമല്ലോ. അങ്ങനെ ഞങ്ങൾ 2 ഫ്രണ്ട്സ്, വേറെ 2 ഫ്രണ്ട്സും ഞങ്ങൾ 3 പേരും കൂടി ചേർന്നിട്ട് ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്തു. അവിടെ 2 വർഷം ഞാൻ ഡയറക്ടറായിരുന്നു. അവിടുന്ന് കൂടുതൽ വിസാസിനെ പറ്റിയും മൈഗ്രേഷനെ പറ്റിയും ഡോക്യുമെന്റേഷനെ പറ്റിയും ഒക്കെ കൂടുതൽ പഠിക്കാനും ഒരു ഡയറക്ടർ പൊസിഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ള എക്സ്പീരിയൻസ് ഒക്കെ മേടിച്ചു. അങ്ങനെയാണ് സ്വന്തമായി തുടങ്ങാൻ. പിന്നെ കൊച്ചി തന്നെ തുടങ്ങാനുള്ള കാരണം എന്തായിരുന്നു? അതിനുശേഷം അപ്പോൾ എനിക്ക് തോന്നുന്നു 28 വയസ്സ് 29 വയസ്സൊക്കെ ആയിട്ടുണ്ട് ആ സമയമൊക്കെ ആയിട്ടുള്ളൂ 28 30 അതാന്ന് തോന്നുന്നു. അപ്പോഴാണ് അനൂപിനെ പരിചയപ്പെട്ടു. അപ്പൊ മാരേജ് എന്നുള്ള കോൺസെപ്റ്റ് വന്നു. അപ്പൊ അദ്ദേഹം ഇവിടെയാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു എന്നാൽ കേരള മാർക്കറ്റിലോട്ട് ഒന്ന് ഇറങ്ങി നോക്കാം, സ്വന്തമായിട്ടൊന്ന് ചെയ്തു നോക്കാം എന്ന് വിചാരിച്ചു. അപ്പൊ ഞാൻ മാർക്കറ്റ് സ്റ്റഡി ചെയ്തപ്പം ഇവിടെ മൊത്തം സ്റ്റഡി അബ്രോഡ് കൺസൾട്ടൻസികളാണ്. മൈഗ്രേഷൻ കൺസൾട്ടൻസികൾ കുറവാണ്. അതിൽ ഓസ്ട്രേലിയൻ മൈഗ്രേഷൻ ചെയ്യുന്ന കമ്പനികൾ വളരെ കുറവാണ്. ഓസ്ട്രേലിയ ഭയങ്കര ടഫാണ് PR കിട്ടാൻ.
അപ്പം ഞാൻ എക്സ്പേർട്ടാണ് അതിൽ. അപ്പം ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് ഓസ്ട്രേലിയ ഇവിടെ വന്ന് തുടങ്ങിക്കൂടാ. അപ്പം ഞാൻ കുറച്ച് ആൾക്കാരോടൊക്കെ ഡിസ്കസ് ചെയ്തു, ഇൻഡസ്ട്രിയിലുള്ളവർ. അവർ പറഞ്ഞു വർക്കൗട്ട് ആവില്ല എന്ന് പറഞ്ഞു. ഇവിടെ അങ്ങനെ ഓസ്ട്രേലിയക്കൊന്നും പോകാൻ ആരുമില്ല, ഇവിടെയൊക്കെ സ്റ്റഡി ആൾക്കാർ സെലക്ട് ചെയ്യത്തുള്ളൂ, വിശ്വസിക്കില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു ശരി എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം. ഒരു ചെറിയ ക്യാബിൻ ബിസിനസ് സെൻറ്ററിൽ എടുത്തിട്ട് ഒറ്റയ്ക്ക് സ്റ്റാർട്ട് ചെയ്തു. എനിക്ക് ക്ലയൻസ് വന്നു. ഫസ്റ്റ് സെക്കൻഡ് മന്തിൽ തന്നെ എനിക്ക് ബാംഗ്ലൂരിൽ നിന്നും കേരളത്തിൽ നിന്നും ഒക്കെ ക്ലയൻസ് ഉണ്ട്. ആദ്യത്തെ ക്ലയന്റ് ആരായിരുന്നു? എൻ്റെ ആദ്യത്തെ ക്ലയൻറ്റ് ബാംഗ്ലൂർ എന്നുള്ളൊരു ക്ലയൻ്റ് ആയിരുന്നു. അദ്ദേഹം ഇപ്പോൾ ഓസ്ട്രേലിയയിലാണുള്ളത്. ശ്വേത എന്നാണ് എൻഡ് ഓഫ് ദ ഡേ വെൻ യു കിടന്നുറങ്ങാൻ പോകുമ്പോഴേ യു വിൽ ബി എ ഹാപ്പി പേഴ്സൺ അല്ലേ? എത്ര ആൾക്കാർക്ക് ഹാപ്പി, പല രാജ്യങ്ങളും അവർ ഫേസ്ബുക്കും ഇൻസ്റ്റാ പോസ്റ്റും കാണുമ്പോൾ യെസ് ഐ മെയ്ഡ് ഇറ്റ് എന്ന് പറയും. അങ്ങനെയുള്ള മൊമെന്റ്സ് ഉണ്ടായിട്ടുണ്ടോ? ഞാൻ ബാംഗ്ലൂർ വർക്ക് ചെയ്തല്ലോ. അവിടെ ഞാൻ വർക്ക് ചെയ്തപ്പം പഞ്ചാബി, ഗുജറാത്തി, ഈവൻ പാകിസ്ഥാനി ക്ലയൻസ് വരെ എനിക്കുണ്ടായിരുന്നു. US, UK 1.5 ലക്ഷത്തോളം ക്ലയൻസിനെ ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് ഇതുവരെയുള്ള എൻ്റെ കരിയറിൽ. 1.5 ലക്ഷം കവർ ചെയ്തിട്ടുണ്ട്. അത്രയും പേർക്ക് കൺസൾട്ടേഷൻ കൊടുത്തു. ഏറ്റവും ഹാൻഡിൽ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരൊക്കെയാ? ഏത് നാട്ടുകാരാ? ഗുജറാത്തി. ആണോ? കേരളം എന്ന് പറയുന്നത് ഇല്ല, ഗുജറാത്തി ക്ലയൻസിനെയാണ്. അവര് പേയ്മെന്റിലോട്ട് എത്തുമ്പോൾ അവര് അതെ അവര് എല്ലാം അവരും അറിഞ്ഞ് മനസ്സിലാക്കി എല്ലാം ഓക്കെ ആണെങ്കിലേ അവർ അതിലോട്ട് എത്തുള്ളൂ. ഇപ്പോഴത്തെ കുട്ടികളുടെ ഒരു ട്രെൻഡ് ഉണ്ടല്ലോ. ഇപ്പൊ പണ്ട് നമുക്കറിയാം അച്ഛനമ്മമാർ പറയുന്നു അവർ പോകുന്നു. ഇപ്പൊ അച്ഛനമ്മമാരെ പൈസ മതി. ഇപ്പൊ ഞാൻ എൻ്റെ അഭിപ്രായം എന്താ പറയണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് അവരുടെ ആഗ്രഹങ്ങളിൽ നിന്ന് മാറിയിട്ട് അവർ ചെയ്യാൻ പോകുന്നില്ല. അപ്പൊ ഒരു താങ്കൾ തുടങ്ങിയ ശേഷം ഇപ്പൊ കുട്ടികളുടെ ചിന്താഗതി ഒരു വ്യത്യാസം തോന്നുന്നുണ്ട്? ഉണ്ട്. ഇപ്പൊ കുട്ടികൾ ഡിസിഷൻ എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഡിസിഷൻ മേക്കിംഗ് എടുത്തിട്ട് ഇന്ന കോഴ്സ് ചെയ്യാം എന്ന് അവർ തന്നെ ഡിസൈഡ് ചെയ്തിട്ട് പാരന്റ്സിനോട് പറഞ്ഞ് പാരന്റ്സിനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന ഒരു കാര്യം വന്നിട്ടുണ്ട്. പക്ഷേ 2017 അങ്ങനെ ആയിരുന്നില്ല. അവർ തന്നെ മൊത്തം ഡിസിഷൻ എടുത്തോണ്ടിരുന്ന പാരന്റ്സ് ആണ്. ഇപ്പൊ അങ്ങനെ അല്ല. കുട്ടികൾക്ക് ഉണ്ടാകാവുന്ന പ്രധാനപ്പെട്ട ചാലഞ്ചസ് ഏതൊക്കെയാണ് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നാട്ടിൽ? അവർക്കൊന്ന് എക്യുപ്ഡ് ആവാലോ. എനിക്ക് ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്തിട്ടുള്ള ഇവിടുന്ന് മാറി അവിടെ ചെല്ലുമ്പോൾ അവരുടെ ഒരു മെൻ്റൽ സ്ട്രെങ്ത് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവർ ആദ്യം എല്ലാം ഓക്കെ ആയിട്ട് ചെല്ലും. പക്ഷെ എന്തെങ്കിലും ഒരു പ്രശ്നത്തെ നേരിടാൻ തുടങ്ങുമ്പോഴത്തേക്ക് ഇവർ ഡൗൺ ആവും. ലൈക്ക് വർക്ക് ചെയ്യണം, ടുഗെദർ പഠിക്കണം, പിന്നെ ആ പ്രശ്നം കുക്ക് ചെയ്യണം. അപ്പോൾ ഇവരുടെ മെൻ്റൽ സ്ട്രെങ്തിന് അത് റെസിലിയൻസ് ഉണ്ടാവണം അല്ലേ? റെസിലിയൻസ് പവർ ഹൈലി മസ്റ്റ്. അപ്പോൾ അതിനെന്താ സാധന ചെയ്യാറ്? യു ഹാവ് എനി സക്സസ് കേസസ്? അങ്ങനെ പറയാം. നമ്മൾ കുട്ടികളെ കൂടുതലും വിടുമ്പോൾ കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി അവിടുത്തെ സിറ്റുവേഷൻ എന്താണ്, എങ്ങനെ ഫേസ് ചെയ്യണം, ഡൗൺ ആകരുത്, 2 to 3 months ഇങ്ങനെ ആയിരിക്കും, എല്ലാ എക്സ്പീരിയൻസ് പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കി ആണ് വിടുന്നത്. അപ്പോൾ അവർക്ക് ആദ്യമേ അവിടെ ചെല്ലുമ്പോൾ തന്നെ അറിയാം ഇങ്ങനെയാണോ എന്നുള്ളത്. അതാണ് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം. ഒരു ഡിറ്റർമിനേഷൻ ഉണ്ട് അവിടെ, എനിക്കിത് ചെയ്തെടുക്കണം. ഇവിടുന്ന് പോകുന്ന കുട്ടികൾ ഒരു വലിയ ജോബിന് ശ്രമിക്കാണ്ട് ഈ കെയർ ഗീവർ ജോബ് തന്നെ ചെയ്യാൻ ശ്രമിക്കുന്നത് എന്തുകൊണ്ടാ? എന്നാൽ എല്ലാവരും അത് തന്നെയാണോ ചെയ്യുന്നത്? അല്ല. ഗവൺമെന്റ് ജോബിലുള്ളവരും ഉണ്ട്. ഇപ്പൊ നമ്മളുടെ ലോയർ സുമിത് അറോറ, നമ്മുടെ കമ്പനിയുടെ പ്രസിഡന്റ്, അദ്ദേഹം CIC മെമ്പറാണ്, കനഡിയൻ സിറ്റിസൺ ആണ്. അദ്ദേഹം ആ പൊസിഷനിൽ എങ്ങനെ എത്തി? ഇവിടുന്ന് സ്റ്റഡി വിസ എടുത്ത് പോയതാണ്. അദ്ദേഹത്തിന്റെ വൈഫ് അവിടുത്തെ ഗവൺമെന്റ് ബാങ്കിൽ മാനേജറാണ്. ബിഗ് പൊസിഷനിലാണ് മാം ഇപ്പോൾ ഇരിക്കുന്നത്. മാം എങ്ങനെ ആ പൊസിഷനിലെത്തി? ട്രൈ ആൻഡ് ഡു ഡിഫറെൻറ്റ് തിങ്സ്. പിന്നെ കൾച്ചറലി ഒരു രാജ്യത്ത് പോയാലും ഞാൻ പലപ്പോഴും ഇത് പറഞ്ഞു കേട്ടിട്ടുണ്ട് വെച്ചെങ്കിൽ നമ്മുടെ ആൾക്കാർ നമ്മുടെ ചുറ്റും നിൽക്കുള്ളൂ, അവരുടെ കൾച്ചറായിട്ട് ഒരിക്കലും അങ്ങനെ തോന്നിയിട്ടുണ്ടോ? അതെന്താന്ന് വെച്ചാൽ ഇപ്പം ഇവിടുന്ന് ചെന്നിട്ട് ആദ്യം മലയാളികൾ ഉണ്ടോ എന്നൊരു അന്വേഷണമാണ്. കിട്ടിക്കഴിഞ്ഞാൽ ഒരിക്കലും പോകരുത്. ഏറ്റവും ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം മലയാളികൾ ഇല്ലാത്ത സ്ഥലത്ത് പോയിട്ട് ഞാൻ എൻ്റെ കരിയർ അങ്ങനെയായിരുന്നു. ഞാൻ ചെന്നപ്പോൾ എനിക്ക് ഒരു മലയാളികളും എൻ്റെ ഫ്രണ്ട്സ് ആയിട്ട് ഉണ്ടായിരുന്നില്ല. വരുമ്പോൾ വരട്ടെ. മാത്രമല്ല നോർത്തിലില്ല, നമുക്ക് അങ്ങനെ ഒരു മലയാളി ഫ്രണ്ട്സിനെ ഒന്നും നോർത്തിൽ കിട്ടില്ല. പക്ഷെ ബാംഗ്ലൂർ നമുക്ക് കിട്ടും. പക്ഷെ ബാംഗ്ലൂർ വന്നപ്പോൾ ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലും എനിക്ക് നോർത്ത് ഇന്ത്യൻ ഫ്രണ്ട്സ് തന്നെ ആയപ്പോൾ എൻ്റെ റൂംമേറ്റ്സ് എല്ലാം ആ നോർത്ത് ഇന്ത്യൻ, എനിക്ക് ആരുമായിട്ടും കുഴപ്പമില്ല. അതാണ് ഈ അഡാപ്റ്റബിലിറ്റി വേണം. അത് ഇപ്പൊ കാണുന്ന കുട്ടികൾക്കുണ്ടല്ലോ. ഞാനിപ്പോൾ പറഞ്ഞാൽ ഞാൻ പല ഇങ്ങനത്തെ മില്ലിയൻസിലും സംസാരിക്കുമ്പോൾ ഒക്കെ ഫാസ്റ്റാണ് അവർക്ക്. ഫാസ്റ്റ് ഫുഡ് എന്ന് പറഞ്ഞേക്കാൾ കൂടുതലായിട്ട് ഡിസിഷൻസ് മേക്കാനും ദേ നോ വാട്ട് ടു ഡു, ദേ ഹാവ് ടു ഡു ദീസ് തിങ്സ്. അപ്പോൾ പാരൻസിൻ്റെ റോൾ ഇപ്പോൾ കുറഞ്ഞു വരികയാണോ? പാരൻസ് അവർ ഡിസിഷൻ തന്നെ മേക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോഴത്തെ ജനറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒരു ഡിഫറെന്റ് തിങ്കിങ് ആണ്. ഇപ്പോൾ ഇവിടെ നമ്മുടെ ഓഫീസിൽ വർക്ക് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ എങ്ങനെ ഈ പാരന്റിങ് നടക്കുന്ന, എങ്ങനെ മറ്റുള്ള പാരന്റ്സിനെ ഹാൻഡിൽ ചെയ്ത് സ്വന്തം വീട്ടിൽ വരുമ്പോൾ എങ്ങനെയാ മോളുടെ അടുത്ത്? അങ്ങനെ പാരന്റിങ് ഒന്നും ഇല്ല, അങ്ങനെയൊന്നും ഇല്ല. അങ്ങനെ ഒരു ബെസ്റ്റ് മദർ ആവാനുള്ള ശ്രമമൊന്നും ഇല്ല. അതങ്ങനെ ചെയ്യാനേ പറ്റില്ല നമുക്ക്. ബെസ്റ്റ് മദർ ആവാതെ നടക്കില്ല അവർ വർക്കിംഗ് സ്ത്രീകൾക്കൊന്നും. അതെ. പക്ഷേ
യു വർ ബ്രോട്ട് അപ്പ് ബൈ വെരി സ്ട്രോങ് ഒരു അമ്മുമ്മ വളർത്തിയത് കൊണ്ട് അതെ അതെ സ്വന്തം മോളിലേക്ക് കൊടുക്കുമ്പോൾ പാരന്റിങ് അഡ്വൈസ് എന്താ കൊടുത്തിരിക്കുന്നത്? 8 വയസ്സ് വരെയുള്ള ബിൽഡിംഗ് അപ്പ് ഇൻ ദ ബ്രെയിൻ. ഇപ്പൊ 5 years ആണല്ലോ. ഇപ്പൊ എന്താ പറഞ്ഞു കൊടുക്കണേ? ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ പ്ലാൻ ചെയ്തിരിക്കുന്നത് 7 years വരെ ആളെ നമ്മൾ ഒരു രാജകുമാരിയെ പോലെ കൊണ്ടു നടക്കും. പ്രിൻസസ് ആയിരിക്കും. അപ്പൊ പുള്ളിക്കാരത്തിയുടെ വിചാരം ഞാനാണ് രാജാവ്. 7 years കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല അടി വെച്ച് കൊടുക്കും. 12 വയസ്സ് വരെ, 12 years വരെ, 12 years വരെ. ആ സമയത്ത് നല്ലപോലെ നമ്മൾ അവരെ ഇന്റർവ്യൂ കാണുമ്പോൾ അവള് പറയും 2 കൊല്ലം കൂടി എനിക്കുണ്ട്. 12 yearsന് ശേഷം നമ്മുടെ ഡിസിഷൻ മേക്കിംഗ് അവരെ കൂടെ ഇരുത്തണം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്താണ് ഓഫീസിന്റെ കാര്യം ഇങ്ങനെയാണ്, ഈ ഡിസിഷൻ എടുക്കണോ വേണ്ടയോ എന്ന് നമ്മൾ അവരെ കൂടെ ഇരുത്തണം എന്നാണ് പറയുന്നത്. അത് പെൺകുട്ടിയാണെങ്കിലും ആൺകുട്ടിയാണെങ്കിലും. പക്ഷെ 7 years വരെ അവർ പ്രിൻസസ് ആയിരിക്കട്ടെ. അതിനുശേഷം ഒരു 12 years വരെ നല്ലപോലെ അടിക്കേണ്ടടുത്ത് അടിക്കണം, പറയേണ്ടടുത്ത് പറയണം. അതിനുശേഷം നമ്മുടെ ഡിസിഷൻ മേക്കിംഗിൽ അവരുണ്ടാവണം. പിന്നെ ഐ സീ ദിസ് കുട്ടികളെ ഇപ്പം പല സ്ഥലങ്ങളിലും പോയി കഴിഞ്ഞാലുണ്ടല്ലോ, നമുക്കറിയാം നമ്മുടെ മക്കൾ എന്താ ചെയ്യണേ, ആരോടാ സംസാരിക്കണേ, എന്ത് കൂട്ടാ കൂടണേ, വാട്ട് ആർ ദേ ഡൂയിങ്, വാട്ട് ആർ ദേ ഡ്രിങ്കിങ്, വാട്ട് ആർ ദേ സ്മോക്കിംഗ്, ഇതൊക്കെ ചില അമ്മമാർ നമ്മളോട് സംസാരിക്കുമ്പോൾ, ഇപ്പം എൻ്റെ മോനൊക്കെ ബോംബെ പഠിച്ച ആളുമ്പോൾ നമുക്ക് ഇതൊക്കെ ചിന്തകൾ ഉണ്ടാവാറുണ്ട്. ബട്ട് ഈ കുട്ടി അങ്ങനെ ഒരു ഇതുണ്ടോ, നമ്മൾ ഈ ഫ്രീഡം കിട്ടിക്കഴിഞ്ഞാൽ കുട്ടികളെല്ലാം അങ്ങനെ അതൊക്കെ തെറ്റല്ലേ? ഇപ്പം അങ്ങനെയില്ല. ബിക്കോസ് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഫ്രീഡം കിട്ടിയിട്ടുള്ള ആൾ ഞാനാണ് എൻ്റെ കരിയറിൽ. എനിക്ക് നോർത്ത് ചെന്ന് കഴിഞ്ഞ് ഞാൻ റായ്പൂർ ചെന്ന പിന്നെ എനിക്ക് നല്ല ഫ്രീഡം ആയിരുന്നു. ബാംഗ്ലൂർ എന്താ ഫ്രീഡം ഇല്ല. പക്ഷേ ഡെഫിനറ്റ്ലി അത് ഓരോ ആൾക്കാരുടെയും എനിക്ക് തോന്നുന്നു തോട്ട് പ്രോസസ്സിൻ്റെയും ഈ സബ് കോൺഷ്യസ് മൈൻഡിനെ എങ്ങനെ പാറ്റേൺ ചെയ്യുന്നു, ഞാൻ ആ ഒരു കാര്യമാണ് എഗെയിൻ എടുത്ത് പറയുന്നത്. ആ ഒരു 10 years വരെ ഒരു പാറ്റേണിങ് നടന്നു. എന്തെങ്കിലും സ്വന്തമായിട്ടാവണം, സ്വന്തം കാലിൽ നിൽക്കണം, നിനക്കും ഗുണമുള്ള കാര്യങ്ങൾ ചെയ്യണം, സമൂഹത്തിനും ഗുണമുള്ള കാര്യങ്ങൾ ചെയ്യണം എന്നൊരാൾ നമ്മുടെ മൈൻഡിൽ ഇങ്ങനെ ഡെയിലി സബ് കോൺഷ്യസ് പാറ്റേൺ ചെയ്തപ്പോൾ എവിടെ ചെന്ന് ലോകത്തിൻ്റെ എവിടെ ചെന്നാലും ഇത് തന്നെയായിരിക്കും എൻ്റെ മനസ്സിൽ. അതെ, ഒരു സ്ത്രീ ഒരു ഓൺട്രപ്രണർ കേരളത്തിലാണെങ്കിലും ഇങ്ങനത്തെ ഒരു ഇതിൽ വർക്ക് ചെയ്യുമ്പോൾ താങ്കൾ ഫേസ് ചെയ്യുന്ന ചാലഞ്ചസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എസ്പെഷ്യലി ഫ്രം അതർ ജെൻഡേഴ്സ്, യുനോ പുരുഷന്മാരുടെ ഈ ഒരു ഇൻ്റർഫിയറൻസ് ഇങ്ങനത്തെ ഒരു വർക്ക് സ്പേസ് ഇങ്ങനെ ആയതുകൊണ്ടും. ആൻഡ് ഹാവ് യു എവർ ഹാഡ് എനി റെസിപ്പി ഫോർ ടെലിംഗ് ദറ്റ് ഐ എം എ നോ നോൺസെൻസ് വുമൺ? ഇവിടെ ഈ ഇൻഡസ്ട്രിയിലുള്ള എല്ലാം ഒരു 50 years ഒക്കെയാണ് മാനേജിംഗ് ഡയറക്ടേഴ്സ്, അല്ലെങ്കിൽ ഒരു 60 years ഒക്കെ ആയിരിക്കുമല്ലോ താങ്കളൊക്കെ കണ്ടിട്ടുള്ളത്. അപ്പം ആദ്യം വന്ന സമയത്ത് പ്രായം കുറവാണ്, അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു ക്വസ്റ്റ്യൻ, ഇവരെന്ത് ചെയ്യാനാ, ഇവർക്കൊന്നും അറിയില്ല, അങ്ങനെ ഒരു തോട്ട് പ്രോസസ്സ് ഉണ്ടായിരുന്നു. ഞാനത് ഫേസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാൻ തന്നെ എൻ്റെ വർക്കിലൂടെ അത് മാറ്റി കാണിച്ചു കൊടുത്തു. രേണുവിനും നല്ലപോലെ സർവീസ് ചെയ്യാനും ഏറ്റവും നന്നായിട്ട് ഓർഗനൈസേഷനെ മുന്നോട്ട് കൊണ്ടുപോകാനും ഒരാളിൽ നിന്ന് തുടങ്ങിയ കമ്പനി ഇന്ന് 150+ എംപ്ലോയീസ് ഉണ്ട്. അപ്പം അത് ചെയ്യാൻ പറ്റും എന്ന് കാണിച്ചു കൊടുത്തു. അപ്പൊ അത് ഏജ് ഒരു മാറ്റർ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. The way you carry yourself, the way you dress, the way you speak, അതൊക്കെ ഇറ്റ് മേക്സ് എൻ ഇമ്പാക്ട് അല്ലേ? അപ്പോൾ അതിലെന്തെങ്കിലും യു ഹാഡ്, ഐ ലവ് ദ വേ യു ഡ്രസ് ടുഡേ, അതാ ഞാൻ ചോദിച്ചത്. സ്പെസിഫിക്കലി ഒരു വുമൺ ഓൺട്രപ്രണർ ഇങ്ങനത്തെ ഒരു ഇതിൽ വരുമ്പോൾ യു ക്യാരി ദറ്റ് റെസ്പെക്ട്. സാരി ആണെങ്കിലും എന്ത് വേഷങ്ങളാണെങ്കിലും. പക്ഷേ സോ വാട്ട് ഈസ് യുവർ ടേക്ക് ഓൺ ദാറ്റ്? ഹൗ ടു ക്യാരി യുവർ സെൽഫ് ആസ് വെൻ യു വാക്ക് ഇൻ ടു ദ ക്രൗഡ്, പീപ്പിൾ ഷുഡ് ലുക്ക് അറ്റ് യു. അതെങ്ങനെയാണ്? അതിനു വേണ്ടിയിട്ട് ഞാൻ ഡെഫിനറ്റ്ലി ഞാൻ വിശ്വസിക്കുന്ന കാര്യം, നമ്മുടെ മനസ്സിന് സമാധാനവും സന്തോഷവും ഉണ്ടെങ്കിൽ പകുതി പ്രോബ്ലം സോൾവ് ആണ്. അതെ. അപ്പോൾ ഞാൻ ഈ മെൻ്റൽ ഹെൽത്തിന് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരാളാണ്. അവിടെയാണ് ആ കാര്യം. അപ്പോൾ HRCM, ഹെൽത്ത്, റിലേഷൻഷിപ്പ്, കരിയർ, മണി, ഈ 4 ആസ്പെക്റ്റും വർക്ക് ചെയ്യും. ഹെൽത്ത് ആകുമ്പോൾ മെൻ്റൽ ഹെൽത്തും ഫിസിക്കൽ ഹെൽത്തും. അപ്പോൾ യോഗ, മെഡിറ്റേഷൻ, ജിമ്മിങ് കാര്യങ്ങൾ, റിലേഷൻഷിപ്പ് അത് നന്നായിട്ട് പോയി കഴിഞ്ഞാൽ തന്നെ പകുതി സമാധാനം ഉണ്ടല്ലോ. ഞാനും എൻ്റെ ഹസ്ബൻഡും എൻ്റെ മോളും മാത്രമല്ല, മൊത്തം ഫാമിലി മെമ്പേഴ്സുമായിട്ടുള്ള നല്ലൊരു ബോണ്ടിങ്, ഹസ്ബൻഡിൻ്റെ ഫാമിലിയും എൻ്റെ എല്ലാവരുമായിട്ടും. എന്നെ സംബന്ധിച്ചിടത്തോളം എല്ലാ റിലേഷൻഷിപ്പും. അമ്മൂമ്മ എന്ത് ചെയ്യുന്നു? മരിച്ചുപോയി. 92 yearsലാണ് മരിച്ചത്. എന്റെ കുഞ്ഞിനെ കണ്ടു. ഗോഡ് സ്പീഡിന്റെ ഇത് കണ്ടോ? ഗോഡ് സ്പീഡിന്റെ കണ്ടു. ഏറ്റവും പുള്ളിക്കാരത്തേക്ക് സന്തോഷം കിട്ടിയത് എന്റെ ഹസ്ബൻഡിനെ കണ്ടപ്പോഴാണ്. അനു, ഞാനൊരു തവണ എന്റെ ഗ്രാൻഡ് മദർ വയ്യാണ്ട് കിടന്നപ്പോൾ കാണാൻ ചെന്നു. അപ്പം എന്റെ ഹസ്ബൻഡ് ഉണ്ടായില്ല. അപ്പൊ എന്നോട് ചോദിച്ചു, അപ്പൊ അനൂപ് ഇല്ലേ കൂടെ? ആള് ഭയങ്കരമായിട്ട് അപ്സെറ്റ് ആയി പോയി. അപ്പൊ എനിക്ക് മനസ്സിലായി ആളുടെ ഒരു തോട്ടിനകത്ത് ഇദ്ദേഹത്തെ ഏൽപ്പിച്ചു എന്നുള്ളതായിരിക്കാം. 15 years of experience. അപ്പോൾ ഇതിൽ മുന്നോട്ട് പോകാനായിട്ട് ഇപ്പം ഞാനൊരു യങ് ഒരു ലേഡി ഓൺട്രപ്രണർഷിപ്പിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ഒരാളത് കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ 15 കൊല്ലത്തേക്ക് എത്തുന്ന ഈ സമയത്ത് താങ്കൾ ഡെവലപ്പ് ചെയ്തൊരു കുറച്ച് ഫാക്ടേഴ്സോ ക്യാരക്ടേഴ്സോ ഉണ്ടാവല്ലോ, അതെന്തൊക്കെയാണെന്ന് പറയാം? ഫസ്റ്റ് ഒരു സൊല്യൂഷൻ ഓറിയൻറ്റഡ് ആകുക എന്നുള്ളതാണ്. പ്രോബ്ലത്തിൽ തന്നെ നിൽക്കാണ്ട്. എൻ്റെ ഒരു പ്രത്യേകത അതാണ്. എനിക്ക് തോന്നുന്നു ഈ ചെറുപ്പം തൊട്ടിട്ട് പ്രോബ്ലംസ് കണ്ടതുകൊണ്ടാവാം ഞാൻ പ്രോബ്ലത്തിൽ അധിക സമയം നിൽക്കില്ല. പെട്ടെന്ന് തന്നെ ഞാൻ ചാടും. സൊല്യൂഷൻ ഓറിയൻറ്റഡ് ആണ്. എൻ്റെ ലൈഫിൽ 3 വിൻഡോസ് ഉണ്ട്: പ്രോബ്ലം, സൊല്യൂഷൻ,
എക്സലൻസ്. ഞാൻ എപ്പോഴും ട്രൈ ചെയ്യുന്നത് സൊല്യൂഷൻ വിൻഡോ അല്ലെങ്കിൽ എക്സലൻസ് വിൻഡോ ഓപ്പൺ ചെയ്യാനാണ്. പ്രോബ്ലം വിൻഡോയിൽ അങ്ങനെ അതിൽ പെട്ടെന്ന് അതിൽ നിന്ന് പ്രോബ്ലംസ് ഇല്ല എന്നല്ല, പക്ഷെ പെട്ടെന്ന് ചാടും. ഓക്കെ, അതാണ് ഞാൻ ഓരോ ദിവസവും പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം. പിന്നെ വേറൊരു കാര്യം, 1% ഓഫ് ചേഞ്ച് എവറി ഡേ എന്നാണ്. അപ്പോൾ 365 ദിവസം ആകുമ്പോൾ നമുക്ക് എത്ര ചേഞ്ചസ് വരും? 36.5% ചേഞ്ച്. ഈ സൊല്യൂഷൻ എന്ന് പറഞ്ഞല്ലോ, ഐ തിങ്ക് ഞാൻ ഈ ഇന്റർവ്യൂവിന്റെ ഭാഗമായിട്ട് ഞാൻ കേട്ടൊരു വലിയ കാര്യം വെച്ചാൽ ഈ 5310 ആണ് ആൾക്കാർക്ക് വളരെ ഇന്നോവേറ്റീവ് ആയിട്ട് തോന്നാൻ കാരണം. അതെ, അതിന്റെ സക്സസ് ഒന്ന് പറയാം. ഹൈ സക്സസ് ആണ് 5310. 5310 പ്രോസസ്സ് ഇംപ്ലിമെൻറ്റ് ചെയ്തതിന് ശേഷം ഞങ്ങളെല്ലാവരും ഞങ്ങളെ ഇവാലുവേറ്റ് ചെയ്യുന്നത് 5310 5310 കറക്റ്റായിട്ട് നടക്കുന്നുണ്ടോ. ഞങ്ങൾ എല്ലാ മാസവും ഇവാലുവേറ്റ് ചെയ്യും ഞങ്ങളുടെ വർക്കിനെ. എന്നെപ്പോലും ഞാൻ ഇവാലുവേറ്റ് ചെയ്യുന്നത് 5310 ഓരോ എംപ്ലോയീസും അങ്ങനെയാണ് ചെയ്യുന്നത്. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ്. ഇപ്പോൾ 5310 ഇല്ലാണ്ട് ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. ഞങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് അത് ഫീഡായി. അപ്പോൾ ക്ലയൻസിന് ഹൈ സക്സസ്. ആൻഡ് ഇപ്പോഴും എനിക്കറിയാം താങ്കളുടെ കൂടെ പറഞ്ഞു കുറേ എംപ്ലോയീസ് എല്ലാവരും തന്നെ കൂടെ തന്നെ ഉണ്ട്. ഇറ്റ്സ് ബിക്കം എ ഫാമിലി, അല്ലെങ്കിൽ ഗോഡ് സ്പീഡ് ഫാമിലി. ടൈം മാനേജ്മെന്റ് എങ്ങനെയാണ്? ടൈം മാനേജ്മെൻറ്റ് ഞാൻ എൻ്റെ ലൈഫിൽ പഠിച്ചത് ഞാൻ MBAക്ക് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ്. ആ സമയത്ത് 24 hours ഡിവൈഡ് ചെയ്തിട്ട് 16 hours പഠിക്കുക, 8 hours ബാക്കിയുള്ള ആക്ടിവിറ്റീസ്. ഞങ്ങളൊക്കെ തിരിച്ചാ. അപ്പോൾ ബാത്റൂമിലൊക്കെ പോകുമ്പോൾ നമ്മൾ 1 2 3 4 5 അങ്ങനെ എണ്ണിയാണ് നമ്മൾ വാഷ്റൂമിലൊക്കെ പോകുന്നത്, കുളിക്കുന്നത്, ഫുഡ് കഴിക്കുന്നത്. പിന്നെ ആകെ ഞാൻ ആ സമയത്ത് നോർത്തിലായിരുന്നല്ലോ, അപ്പം ഗുരുദ്വാരയിൽ എല്ലാ വീക്കിലും പോകും. അപ്പം ആ ഒരു ½ an hour ഗുരുദ്വാരയിൽ പോകുന്ന എല്ലാ വീക്കിലും ഗുരുദ്വാരയിൽ പോകുമായിരുന്നു. ഇപ്പൊ ഈ 150 സ്ത്രീകൾക്കും ഇങ്ങനെ ഓട്ടം ഉണ്ടോ? ഇപ്പൊ ഞാൻ ഓഫീസിൽ ഒരു 24 hours ഡിവൈഡ് ചെയ്തിട്ട് 8 hours വർക്ക്, അവരുടെ വർക്ക് ലൈഫ് ബാലൻസിന് വേണ്ടിയിട്ട് കൃത്യമായിട്ട് അവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതിലിപ്പം 8 hours വർക്ക്, 1 hour ട്രാവൽ, അപ്പം 9 hours അങ്ങനെ കഴിഞ്ഞു. അതിനുശേഷം 8 hours മസ്റ്റായിട്ടും അവരോട് ഉറങ്ങാൻ പറയുന്നുണ്ട്, 6 to 8 hours. ബാക്കിയുള്ള സമയം അവർക്ക് സോഷ്യൽ മീഡിയ ആക്ടിവിറ്റീസ്, മസ്റ്റായിട്ട് ഒരു ഹാബിറ്റ് പ്രാക്ടീസ് ചെയ്യുക, അല്ലെന്നുണ്ടെങ്കിൽ ജിമ്മിൽ പോവുക, നടക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പം ഞാൻ അവരോട് പറയാറുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഏജ് കൂടും. ഇപ്പം ഞാനാണെങ്കിലും എനിക്ക് 38 years ആണ്. അപ്പോൾ ആ 38 years ഏജ് കൂടുന്തോറും അതെ അതെ, അതൊക്കെ എനിക്ക് എൻ്റെ 38 വയസ്സുള്ള പറഞ്ഞുതരാണ്ടായില്ല. മറ്റുള്ള സംസ്ഥാനങ്ങളിലൊക്കെ ഓഫീസുകളുണ്ടോ? എവിടെയാ ഓഫീസസ്? നമുക്ക് ഓഫീസസ് ഉള്ളത് ഓസ്ട്രേലിയ, കാനഡ, ബാംഗ്ലൂർ, പിന്നെ കേരളത്തിൽ നമുക്ക് 8ഓളം ബ്രാഞ്ചസ് ഉണ്ട്. കൊച്ചി ഹെഡ് ഓഫീസാണ് നമ്മുടെ, ബാക്കിയെല്ലാം ഉണ്ട്. So you go across all the places. Yes. ഒരു പാലം കെട്ടിയാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആണല്ലോ. സന്തോഷം ഉണ്ടാവും, ചില സമയത്ത് എസ്കലേഷൻസും വരും. രേണു അങ്ങനെ ഒരു എസ്കലേഷൻ വരുമ്പോൾ എത്രത്തോളം ഇടപെടാറുണ്ട്? എസ്കലേഷൻസ് വന്നു കഴിഞ്ഞാൽ ഞാൻ 100% ഇൻവോൾവ് ആകും. അപ്പോൾ മോസ്റ്റ് റീസെൻ്റ് ആയിട്ടൊരു ക്ലയൻറ്റ് ഉണ്ടായിരുന്നു. അദ്ദേഹം പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തു, കേസ് ഓഫീസർ അലോക്കേറ്റ് ആയി. കേസ് ഓഫീസർ എന്തോ മോശമായിട്ട് സംസാരിച്ചു. അപ്പോൾ തന്നെ വന്ന് സോഷ്യൽ മീഡിയയിൽ കമൻ്റ് ഇട്ടു. സോ അപ്പോൾ തന്നെ എനിക്കൊരു ക്വാളിറ്റി അഷുറൻസ് ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ട്, അതിൻ്റെ ഹെഡ് വിളിച്ചു, സംസാരിച്ചു. ഞാൻ കോൾ കോൺഫറൻസ് എടുത്തു. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു എന്താണ് സർ പ്രശ്നം. അപ്പോൾ എന്നോട് പറഞ്ഞു ഒത്തിരി നല്ല കാര്യങ്ങളുണ്ട്, ഒത്തിരി കമ്പനികളുണ്ട് ഇവിടെ, പക്ഷെ ഞാൻ ഗോഡ് സ്പീഡിനെ സെലക്ട് ചെയ്തത് നിങ്ങൾ ഒരു എഫേർട്ടും ഇട്ടിട്ടില്ല എന്നെ കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ വന്നു പൈസ കൊടുത്തു, എൻ്റെ ഫ്രണ്ട് കയറി പോയിട്ടുണ്ട്, ഞാൻ വന്ന് പൈസ കൊടുത്തു, ദാറ്റ്സ് ഇറ്റ്. പക്ഷേ അങ്ങനെ ഒരു എഫേർട്ടും ഇടാണ്ട് ഞാൻ നിങ്ങൾക്ക് പേയ്മെൻറ്റ് തന്നു. എന്നിട്ട് നിങ്ങളുടെ കേസ് ഓഫീസർ എന്നോട് മോശമായിട്ട് സംസാരിച്ചു. ഇനി എനിക്ക് നിങ്ങളുടെ പ്രോസസ്സ് വേണ്ട. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ, ഐ എം സോറി. അപ്പം വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തു, അദ്ദേഹത്തിനെ ആഡ് ചെയ്തു. കേസ് ഹെഡ് ഞാൻ ക്വാളിറ്റി അഷുറൻസ് ടീമുമായിട്ട് അദ്ദേഹത്തിനെ ഹാൻഡിൽ ചെയ്തു. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ആപ്ലിക്കേഷൻ സബ്മിറ്റായി. ഞാൻ കേസ് ഓഫീസറിനോട് ചോദിച്ചു എന്താ സംഭവിച്ചത്. മാം എൻ്റെ പീരീഡ്സ് ആയിരുന്നു, ഞാൻ ഭയങ്കര ആങ്സൈറ്റഡ് ആയിരുന്നു മാം. അപ്പോൾ എനിക്ക് അങ്ങനെ പറയാനാണ് തോന്നിയത്. അപ്പോൾ ഞാൻ ആ കുട്ടിയെ വിളിച്ചിരുത്തി സെൽഫ് ടോക്ക് ചെയ്യുന്നതും എങ്ങനെയാണ് ആങ്സൈറ്റിയെ ഹാൻഡിൽ ചെയ്യേണ്ടത്. ഞാൻ പറഞ്ഞു നിങ്ങൾ പീരീഡ്സിലാണെങ്കിൽ ക്ലയൻസിനോട് പറഞ്ഞു ഞാൻ പീരീഡ്സിലാണ് സർ, എനിക്ക് പറ്റില്ല, ഞാൻ ½ an hour കഴിഞ്ഞ് വിളിക്കാം. ഒരു മടിയും വിചാരിക്കേണ്ട. അല്ല മേഡം നിങ്ങൾ ഹാഫ് ഡേ ലീവ് എടുത്ത് പോക്കൂ. കറക്റ്റ്. പക്ഷേ മെന്റലി സ്ട്രോങ് ആയിരിക്കും. എന്നിട്ട് ആ കുട്ടിക്ക് നമ്മൾ പ്രാക്ടീസും പറഞ്ഞു കൊടുത്തു, എങ്ങനെയാണ് ഇതിൽ നിന്നും പുറത്തു വരേണ്ടത്. ഒപ്പം ക്ലയൻറ്റിനെ നമ്മൾ വളരെ നന്നായിട്ട് ഹാൻഡിൽ ചെയ്തു, ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തു, ക്ലയൻറ്റ് ഹാപ്പിയാണ്. സോ എസ്കലേഷൻ വന്നാൽ ഞാൻ 100% വെരി ഗുഡ് ഇൻവോൾവ് ആകും. ഇത്ര കാലം താങ്കൾ എൻ്റെ ജീവിതത്തിൽ എവിടെയായിരുന്നു എന്നാണ് എൻ്റെ ചോദ്യം. എത്രയോ കാര്യങ്ങൾ ഞാൻ പഠിച്ചു, എന്തൊക്കെയാ ടെക്നിക്സ്, ഇതൊക്കെ എങ്ങനെയാണ് പഠിച്ചിട്ടൊക്കെ സച്ച് എ സ്മോൾ ഏജിൽ. സോ ഐ തിങ്ക് ഐ എം സോ ഹാപ്പി ദറ്റ് ഐ മെറ്റ് യു. ഗോഡ് സ്പീഡും എൻ്റെ ഈ ഒരു കോൺവെർസേഷൻ ഐ എം റിയലി ഹാപ്പി ദറ്റ് വേറൊരു ജാലകം താങ്കളുടെ എക്സലൻസ് വിൻഡോ അല്ലെങ്കിലും എനിക്കൊരു സൊല്യൂഷൻ വിൻഡോ തുറന്നു. താങ്ക് യു സഞ്ജു. താങ്ക് യു സോ മച്ച്. താങ്ക് യു.